അക്ഷയ്, എന്തായാലും നമ്മളെല്ലാവർക്കും ഒരു വലിയ സന്തോഷമായിരിക്കും. ഒരു പക്ഷെ അർജന്റീന എന്തൊരു കളിയാണ് കളിച്ചതെന്ന് അതിന്റെ വലിയൊരു ആശ്വാസം ഇതുവരെ കേട്ട പഴികൾക്കെല്ലാം ഒരൊറ്റ മത്സരം കൊണ്ട് മെസ്സി അർജന്റീനയും മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയൊരു സന്തോഷത്തോടു കൂടിയാണ് ആരാധകർ, അർജന്റീന ആരാധകരൊക്കെ തന്നെ ഇന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഭയങ്കര നഷ്ടമായിരിക്കും കാണാത്തവർക്ക്. കാര്യം എന്താ വെച്ചാൽ അർജന്റീനയെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ധാരാളം പോരായ്മകൾ ആ ടീമിനുണ്ടായിരുന്നു. ഇപ്പോഴും പോരായ്മകൾ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എപ്പോഴും അർജന്റീന ലോക ചാമ്പ്യന്മാർ എന്താണ് അതിന്റെ ഒരു പെരുമയ്ക്കത്തെ പ്രകടനം കാഴ്ചവെക്കുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് അതൊരു ഉശിരൻ കളി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അർജന്റീന പുറകിലോട്ട് വന്ന സമയത്തൊക്കെ മെസ്സി എന്നൊരു വികാരം അവിടെ റിഫ്ലക്ട് ചെയ്യുന്നു. മെസ്സിക്ക് വേണ്ടി കളിക്കുക അങ്ങനെ ഒരു സ്പിരിറ്റ് അർജന്റീൻ താരങ്ങൾക്ക് അവരുടെ ശരീരഭാഷയിലടക്കം ആ ഒരു കോൺഫിഡൻസ് ഒക്കെ അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് അർജന്റീനയുടെ എല്ലാ ഈ ഈജിപ്തിന്റെ മത്സരത്തിലൊക്കെ അത് കറക്റ്റായിട്ട് കണ്ടതാണ്. സമീപകാലത്ത് അർജന്റീനയുടെ കളി വരുമ്പോൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആരാധകർ, ഈ മെസ്സി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അപ്പോൾ ചാടി വീഴുന്ന എതിർ താരങ്ങളെ കാണാം. ഇപ്പോൾ വല്ല താരങ്ങളും വന്ന് എതിർ ടീം താരങ്ങൾ വന്ന് ഫൗൾ ചെയ്താൽ മെസ്സിക്ക് വേണ്ടി ഇടിയുണ്ടാക്കാൻ പോകുന്നത് സഹതാരങ്ങളായിരിക്കും. ഡീപോളിന്റെ പേരൊക്കെ തന്നെ എടുത്തു പറയേണ്ടത് ബോഡി ഗാർഡ് അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ മെസ്സിക്ക് വേണ്ടി മറ്റൊരു ലോകകപ്പ്. മെസ്സിക്ക് ഇതിനോടകം തന്നെ ഇനിയൊന്നും തെളിയിക്കാനില്ല. ലോക കിരീടം ചൂടിയതാണ്, ഖത്തറിൽ എല്ലാ മോഹവും തീർത്തതാണ്. പക്ഷെ ഇപ്പോഴും മെസ്സി ആ 39-ാം വയസ്സിൽ വമ്പൻ പ്രകടനം കാഴ്ചവെക്കുന്നത് ഒരു ഇന്നലെ ഇംഗ്ലണ്ട് മെസ്സിയെ കൃത്യമായിട്ട് പൂട്ടി. ഗോൾ അടിക്കുന്ന മെസ്സിയെ പൂട്ടി, പക്ഷേ ഗോൾ അടിപ്പിക്കുന്ന മെസ്സിയെ തടയാൻ സാധിച്ചില്ല. അതാണ് ട്രഷലിനെ അവിടെ പിഴച്ചു. കളി മൊത്തം. അപ്പോൾ അങ്ങനെ ഒരു ഉശിരൻ പോരാട്ടം വന്നു കഴിഞ്ഞു. ഒറ്റ മത്സരം സ്പെയിനുമായിട്ടുള്ള ഒരു ക്ലാസിക് മത്സരമാണ്. അതായത് മെസ്സി കളി പഠിച്ച ബാഴ്സലോണ, ആ ബാഴ്സലോണയുടെ പിന്മുറക്കാർ ഒരു വശത്ത് നിൽക്കുന്നു. ലെമീൻ യമാൽ, മെസ്സി ലെമീൻ യമാൽ എന്നൊരു പോരാട്ടമായിരിക്കും കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഫോട്ടോഷൂട്ടുണ്ട് 2007 മെസ്സി കുട്ടി യമാലിനെ ആ ബാത്ടബിലേക്ക് എടുത്ത് കുളിപ്പിക്കുന്ന ഒരു ഫോട്ടോഷൂട്ടുണ്ട്, ഒരു യൂണിസെഫിന് വേണ്ടി നടത്തിയത്. അപ്പോൾ അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പക്ഷേ ലിയോണൽ മെസ്സിക്ക് അർജന്റീനക്കാരനാണോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ കൂടുതൽ സ്പാനിഷുകാരനാണ്, ബാഴ്സക്കാരനാണ്, കാറ്റലോണിയക്കാരനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലിയോണൽ മെസ്സി വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ജന്മനാട് ഉപേക്ഷിച്ച് സ്പെയിനിലേക്ക് പോകുന്നു. അവിടെ ലാമാസിയിൽ കളി പഠിക്കുന്നു. അവിടെ പിന്നെ ലിയോണൽ മെസ്സിയുടെ ഉദയം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ കണ്ടിട്ടത്. ലിയോണൽ മെസ്സിയെ ചേർത്ത് വെക്കുന്നത്. അദ്ദേഹത്തിന് സ്പാനിഷ് ടീമിൽ കളിക്കാനുള്ള അവസരം പലകുറി ഉണ്ടായതാണ്. പക്ഷേ ഓഫർ കിട്ടിയതാണ്. അതൊക്കെ ഉപേക്ഷിച്ചാണ് അദ്ദേഹം അർജന്റീനയ്ക്കൊപ്പം തുടരാൻ. തൻ്റെ ജന്മനാട് അതാണ്, തൻ്റെ മുത്തശ്ശിയുടെ നാട് അതാണ്. ഈ എല്ലാവരും റൊസാരിയോ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും അവരുടെയൊക്കെ ആ തരത്തിൽ. അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഈ കിരീടങ്ങൾ എന്ന് കൂടി മെസ്സി. ഈ ലോകകപ്പിൽ തന്നെ 2 മികച്ച ടീമുകൾ തന്നെയാണ് ഫൈനലിൽ വരുന്നത്. ഒരു വശത്ത് സ്പെയിൻ ശക്തരാണ്. അതായത് ഫ്രാൻസ് ആയിരുന്നു ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ടീം. ഈ ഫുട്ബോൾ പണ്ഡിറ്റുകളൊക്കെ ഫ്രാൻസിന് കപ്പടിക്കുമെന്നായിരുന്നു. പക്ഷേ ആ ഫ്രാൻസിനെ സ്പെയിൻ വാരിക്കുഴി കുഴിച്ച് അവരുടെ ആ തന്ത്രങ്ങളിൽ, ഫ്യൂൻഡോയുടെ തന്ത്രങ്ങളിൽ ഫ്രാൻസ് വീണു. ഫ്രാൻസിനെ തോൽപ്പിച്ച് 2 ഗോളിന് തോൽപ്പിച്ച് ടിക്കറ്റ് എടുത്ത് എംബാപ്പയും ഒലീസയും ഡെംബലയും അടങ്ങുന്ന അതിമുന്നേറ്റ നിര കൃത്യമായി തന്നെ പൂട്ടിയാണ് സ്പെയിൻ എത്തുന്നത്. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച മത്സരം പലരും വിലയിരുത്തി കണ്ടു. അതായത് ഒരു തരത്തിലും എംബാപ്പയ്ക്കും സംഘത്തിനും അവർ വലിയ രീതിയിൽ ഗോൾ അടിച്ചു കൂട്ടുമെന്നാണ് ആദ്യ 10 മിനിറ്റിൽ നമ്മൾ കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. ഒരു സ്പെയിൻ ഇതുവരെ മത്സരം സ്പെയിൻ ഒരു ടീം ഗെയിമാണ്. ഒരു ഇൻഡിവിജ്വൽ താരത്തിന്റെ ബലത്തിലല്ല അവർ ഇതുവരെ കയറി വന്നത്. ഒരു ടീം എന്നല്ല അവർ മികച്ച ഒത്തിണക്കമുണ്ട്. പ്രതിരോധത്തിലെ താരങ്ങളൊക്കെ എടുത്തു പറയേണ്ടത്. കുബാർസി 19 വയസ്സേ ഉള്ളൂ. കുബാർസിയാണ് ഒരു പ്രതിരോധത്തിന്റെ നട്ടലെന്നൊക്കെ പറയും. ലപ്പോട്ടയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ക്ലിക്കായതാണ്. മറ്റു വശത്ത് കുക്കുറയുണ്ട്, അതോടൊപ്പം പെഡ്രോ പോറയുണ്ട്. അപ്പോൾ ഡാനിയോൽമോനെ പലരും മറന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു സൈലന്റ് കില്ലറാണ്. ബാഴ്സയുടെ മിഡിൽ അദ്ദേഹം കളിച്ച അതേ കളി സ്പെയിനിലും കളിക്കുന്നു. അതോടൊപ്പം റോഡ്രിയുടെ എക്സ്പീരിയൻസ്, റോഡ്രി കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ പുറത്തെടുത്ത പ്രകടനം, അതായത് ബലന്തോർ കിട്ടിയത് വെറുതെ അല്ല എന്ന് തെളിയിക്കുന്ന പ്രകടനം. എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിന്റെ കൂട്ടത്തിൽ താനുണ്ട്, അല്ലെങ്കിൽ നിലവിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ താനെന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത്. എല്ലാ തരത്തിലും ഒലീസിയനൊക്കെ അനങ്ങാൻ വിടാതെ പിടിച്ചു നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഗംഭീര പ്രകടനമാണ്. അപ്പോൾ ബാഴ്സയുടെ താരങ്ങൾ തന്നെയാണ് ഇപ്പോൾ സ്പെയിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. പെഡ്രി ഉണ്ട്, കുബാർസി ഉണ്ട്, ഡാനി ഓൽമോ ഉണ്ട്, ബെഞ്ചിൽ ഞാനൊരു 10ഓളം താരങ്ങൾ, അതായത് സ്പെയിൻ നിരയിൽ ഇപ്പോൾ ലാമാസിയിൽ കളി പഠിച്ച ഗാസി അടക്കമുള്ള 10 താരങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷേ ലാമാസിയുടെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് പ്രൊഡക്റ്റ് ആരെന്ന് വെച്ചാൽ ഒറ്റത്തരം അത് ലിയോണൽ മെസ്സി എന്നുള്ളത്. ലാമാസി ഹിറ്റാക്കിയ ആള് ലിയോണൽ മെസ്സി. അതിന്റെ ഏറ്റവും ഒടുവിൽ ലാമാസിയുടെ പ്രൊഡക്റ്റ് ആയിരുന്ന താരങ്ങൾ ഒരു വശത്ത്. അങ്ങനെ ഒരു ക്ലാസിക് പോര് തന്നെയായിരിക്കും കാത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.